والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار صدق الله مولانا العظيم. ബഹുമാനനായ അധ്യക്ഷൻ ഉസ്താദ് അബ്ദുള്ള മുസ്ലിയാർ അവർകളെ, അതുപോലെ വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളെ, പ്രവർത്തകരെ, വളരെ അർത്ഥഗംഭീരമായ ആശയ വൈപുല്യമുള്ള ഒരു പ്രസംഗം ബഹുമാനനായ മുസ്തഫ അഷ്റഫി ഉസ്താദ് ഇവിടെ നിർവഹിക്കുകയുണ്ടായി. ഈ വേദി ഒരു തുറന്ന സംവാദത്തിനു കൂടിയുള്ള അവസരമായിട്ടാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് എന്നും അറിയിക്കുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട സലഫി മൂവ്മെന്റുകളുടെ പ്രവർത്തകർ, അതിന്റെ നേതാക്കൾ, അവർക്ക് അവരുടേതായ ആശയങ്ങൾ, അവരുടെ സംശയങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾ വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ ചോദിക്കാനും വിലയിരുത്തുവാനും അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനുമുള്ള നല്ല ഒരു വേദിയായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും പറയുക എന്ന ഒരു സമീപനം അല്ല. മറിച്ച് ഒരാൾക്ക് ചോദിക്കാനുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ചോദിക്കാനും ആ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാടിനെ കുറിച്ച് ചോദിക്കാനും പഠിക്കാനുമുള്ള ഒരവസരമായിട്ടാണ് ഇനിയും ഇവിടെ ഈ കസേരകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചോ പറയാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ മറ്റു വിവാദങ്ങളെക്കുറിച്ചോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഉറൂസുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ നബിദിനാഘോഷം സംബന്ധിച്ച കാര്യങ്ങൾ, നേർച്ച സംബന്ധിച്ച കാര്യങ്ങൾ, ദിക്റുകൾ സംബന്ധിച്ച, റാത്തീബ് സംബന്ധിച്ച, അതുപോലെ നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന, സുബഹിക്കുള്ള ഖുനൂത്ത്, ഇങ്ങനെ അനവധി തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം, സ്ത്രീകൾക്ക് പള്ളി ജമാഅത്തിൽ സ്ത്രീകൾ പള്ളിയിൽ സംബന്ധിക്കൽ, ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം. അതിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, അതല്ലെങ്കിൽ ഹദീസ് ഉണ്ടല്ലോ പറയാം. പക്ഷേ അതിനെല്ലാമുള്ള അവസരമാണ് ആർക്ക് വേണമെങ്കിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സലഫി മൂവ്മെന്റിന്റെയോ അല്ലെങ്കിൽ അഹ്ലെ ഹദീസിന്റെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്ന ആളുകൾക്ക്, അത് ഏത് വിഭാഗമാണെങ്കിലും അവർക്ക് ചോദിക്കാനുള്ളൊരു സുവർണ അവസരമാണ്. അതാണ് ഇവിടെ ഒരുക്കപ്പെട്ടുള്ളത്. ആരും വന്നു കാണുന്നില്ല. പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൊതുജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കലുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇവർ പറയും, ഇങ്ങനെ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മരിക്കലോടുകൂടി പിന്നെ അവർക്കൊന്നും തന്നെ ഇല്ല, അവരിൽ കറാമത്തില്ല, അവരിൽ നിന്ന് പിന്നീട് യാതൊരു ശഫാഅത്തും ഇല്ല. അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതല്ലാതെ അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അവരോട് അപേക്ഷിക്കുക ഇത് പാടില്ല എന്നവർ പറയും. കൊല്ലത്തിലൊരിക്കൽ ഉറൂസ് നടത്താൻ പാടില്ല. ഇപ്പൊ എരുമാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനുഭാവന്റെ ഖബറിങ്ങൾ വർഷാവർഷം ആളുകൾ ഉറൂസ് നടത്തും. എന്താ ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറൂസ് എന്ന് പറഞ്ഞാൽ ഉറുദുവിലും അറബിയിലൊക്കെ പറയുന്ന ഒരു വാക്കാണല്ലോ. എന്താണ് ഉറൂസ് എന്ന് പറയുമ്പോ ഒരു വർഷത്തിലൊരിക്കൽ എല്ലാ ദിവസവും അവിടെ സിയാറത്ത് കൊണ്ട് സജീവമാകുന്നു. അതൊന്നുകൂടി വിപുലമായി അല്ലെങ്കിൽ അതിവിപുലമായി വർഷാവർഷം നിർവഹിക്കപ്പെടുമ്പോഴാണ് അതിനെക്കുറിച്ച് ഉറൂസ് എന്ന് നമ്മൾ ആ പേര് പറയുന്നത്. ആ പേര് അങ്ങനെ ഒരു പേരൊന്നുമില്ല എന്ന് ചില ആളുകൾ വിമർശിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സലഫി മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു പേരുണ്ടോ? സലഫി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ടോ? ഏത് ഖുർആനില അങ്ങനെ ഒരു പേരുള്ളത് എന്ന് ചോദിച്ചിട്ട് ആ പേരിനെ എതിർക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അല്ലെങ്കിൽ മുജാഹിദുകൾ, അതല്ലെങ്കിൽ അഹ്ലെ ഹദീസുകാർ, ഇങ്ങനെയുള്ള പേരുകളൊന്നും പഴയ കാലത്ത് പറയാറില്ലല്ലോ.
പഴയകാലത്ത് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, സാദിഖീങ്ങൾ, ഇങ്ങനെയുള്ള പല പേരുകളല്ലേ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പേരുകൾ അതിലുണ്ടോ? അപ്പൊ ആ പേര് അവിടെണ്ടോ ഇവിടെണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എതിർക്കുന്ന ആ ഒരു രീതി അത് തികച്ചും ഇസ്ലാമിനെ കുറിച്ച് യാതൊരു അറിവും ദീനിനെ സംബന്ധിച്ചില്ലാത്തതിന്റെ പേരിൽ വരുന്ന ചോദ്യമാണ്. കൊല്ലം മഹാന്മാരുടെ ഖബറിടങ്ങൾ സിയാറത്ത് കൊണ്ട് സജീവമാക്കുക എന്നുള്ള ആ ഏർപ്പാട് അതിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പം ഇല്ല എന്ന് മാത്രമല്ല, സൂറത്തുർ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. മലക്കുകൾ ആ മഹത്തുക്കളുടെ മേൽ എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കും. എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്കുമേൽ അല്ലാഹുവിന്റെ സമാധാനമുണ്ടാവട്ടെ, നിങ്ങൾ ക്ഷമയോടുകൂടി ജീവിതം നയിച്ചതിന്റെ പേരിൽ ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് പകരമായി ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഭവനമായ സ്വർഗം അത് വളരെ മഹത്തായ ഭവനമാകുന്നു എന്ന് മലക്കുകൾ എല്ലാ കവാടങ്ങളിലൂടെയും കടന്നു ചെന്നുകൊണ്ടവരോട് പറയുകയാണ്. ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട്, ഇത് സൂറത്തുർ റഅദിന്റെ 24ാമത്തെ ആയത്താണ്. ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ജരീർ റളിയല്ലാഹു തആല അൻഹു, മുഫസ്സിരീങ്ങളുടെ നേതാവായ ഇമാം ഇബ്നു ജരീർ, അതുപോലെ അല്ലാമ ഇബ്നു കസീർ, അതുപോലെ തഫ്സീറുൽ ഖുർത്തുബി, ഇങ്ങനെ ഒട്ടനേകം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ വ്യക്തമായ സനദിന്റെ പിൻബലത്തോടുകൂടി ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. എന്താണ് ഉഹദ് രണാങ്കണം? ഹിജ്റ 3ാമത്തെ വർഷം നടന്ന ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ അനേകം സ്വഹാബിമാർ അവർ ഷഹീദാവുകയുണ്ടായി. പിന്നീട് ഓരോ കൊല്ലം വരുമ്പോഴും അല്ലാഹുവിന്റെ റസൂലും അതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ഇങ്ങനെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ എല്ലാ കൊല്ലം പൂർത്തിയാകുമ്പോൾ ആ ഉഹദ് ശുഹദാക്കളുടെ ഖബറിങ്ങൾ സിയാറത്തിന് ചെല്ലാറുണ്ടായിരുന്നു എന്ന് ഈ തഫ്സീറുകളെല്ലാം രേഖപ്പെടുത്തും. എന്നിട്ട് അവർ പറയും, അല്ലാഹുവിന്റെ റസൂല് പറയും, അതുപോലെ ഖലീഫമാര് ഖുലഫാഉർ റാഷിദീങ്ങൾ പറയും, മലായികത്ത് പറയും പോലെ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ എന്ന് അവരോട് പറയും എന്ന് മുഫസ്സിരീങ്ങളെല്ലാം രേഖപ്പെടുത്തുമ്പോൾ, അത് തന്നെയല്ലേ ഉറൂസുകളിലൂടെ വർഷം മഹാന്മാരായ ഔലിയാക്കളുടെ ഖബറിടങ്ങളിൽ സുന്നികളായ മുസ്ലിം നടത്തുന്നത് വ്യക്തമായ ഇസ്ലാമിന്റെ പ്രമാണത്തിന്റെ പിൻബലമുള്ളതാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇതൊന്നും അറിയാതെ, ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അത് ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം അവർ പറയും, നേരത്തെ അതൊക്കെ അവിടെ വളരെ വിശദമായിട്ട് തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അവരെന്താ പറയുന്നത്? മഹാന്മാരോട് ശുപാർശ ചോദിക്കാൻ പാടില്ല, മഹാന്മാരോട് ശുപാർശ അല്ലെങ്കിൽ ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. എന്നാൽ ഖുർആൻ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്താ പറയുന്നത്? വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ചപ്പോൾ അല്ലെങ്കിൽ അക്രമം കാണിക്കുമ്പോൾ നബിയെ അങ്ങയുടെ സമീപത്ത് അവർ വരികയും അങ്ങയോട് ആവലാതി പറയുകയും അങ്ങനെ അവർ അല്ലാഹുവിനോട് അവരുടെ കാര്യത്തിൽ മഗ്ഫിറത്ത് ചോദിക്കുകയും അവർക്ക് വേണ്ടി റസൂൽ മഗ്ഫിറത്ത് ചോദിക്കുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ കാരുണ്യവാനായിട്ടും തൗബ നന്നായി സ്വീകരിക്കുന്നവനായിട്ടും അവർക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് വിശുദ്ധ ഖുർആൻ പറയാ. അപ്പൊ പാപികളായ ആളുകൾ, ദോഷികളായ ആളുകൾ അവരുടെ ദോഷത്തിന്റെ പാപമോചനത്തിന് വേണ്ടി അവർ അല്ലാഹുവിനോട് ദുആർക്കുന്ന കൂട്ടത്തിൽ നബിയെ വസീലയാക്കണം. നബിയെ വസീലയാക്കണം എന്ന് പറഞ്ഞാൽ നബിയുടെ ജീവിതകാലത്ത് മാത്രമല്ല. ഇത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടുത്തെ ഉന്യത്തു താലിബീന്റെ 1ാമത്തെ വാല്യം 12ാമത്തെ പേജിലും 11ാമത്തെ പേജിലും പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തേക്ക് മാത്രമല്ല ഈ ആയത്ത്. ഇവിടെ മുജാഹിദുകൾ പറയും, അവർ പറയും, സലഫിയാക്കൾ പറയും ഇത് നബിയുടെ ജീവിതകാലത്ത് മാത്രമാണ്, മരിച്ചാ പിന്നെ പറ്റില്ല. എന്നാൽ ഇമാമുമാർ പറയുകയാണ്, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ജീവിതകാലത്തേക്ക് മാത്രമല്ല, നബിയുടെ വഫാത്തിന് ശേഷവും ഇത് ബാധകം ആണ്. അതുകൊണ്ട് തന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയുന്നത്? എന്താ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്? ഒരാൾ ഹജ്ജിന് ചെന്നാൽ മദീനയിലേക്ക് പോകണം. എന്നിട്ട് മദീനയിൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് ഈ ആയത്തോതുകൊണ്ട് പറയണം. എന്താ പറയുന്നത്? ആദ്യം അല്ലാഹുവിനോട് ദുആ ഇറക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നു, ബിഹഖ്ഖി നബിയ്യിക നബിയ്യിർ റഹ്മ, റഹ്മത്തിന്റെ നബിയായ നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്. പിന്നെ റസൂലിനെ വിളിക്കുകയാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉന്നയത്തു ത്വാലിബീനിൽ പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, ഇന്നി അതൈതുക, ഞാൻ അങ്ങയുടെ അരികിൽ വരികയാണ്, മുതവജ്ജിഹം ബിക ഇലല്ലാഹ്, ഞാൻ അങ്ങയെ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുന്നവരായിട്ട്. അപ്പൊ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ആ തങ്ങളെ വിളിച്ചുകൊണ്ട്, തങ്ങളോട് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കുന്നത് ആരാണ്? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലേ പഠിപ്പിച്ചത്? ഇങ്ങനെയുള്ള ഇമാമുമാർ പഠിപ്പിക്കുകയാണ് അല്ലേ. മരിച്ചുപോയ ഔലിയാക്കള്, ആ ഔലിയാക്കള് ഇനി ഒന്നും അവർക്ക് യാതൊരു കറാമത്തും ഇല്ല, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. എന്നാൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ അവിടുത്തെ സ്വന്തം വാക്കുകൾ കൊണ്ട് പറഞ്ഞത് എന്താണ്? യാ ഗുലാം, ഓ മകനെ, ഇദാ മിത്ത, നീ മരിക്കുമ്പോൾ, തറാനി, നിനക്കെന്നെ കാണാൻ കഴിയും, വതഇരിഫുനി, നിനക്കെന്നെ അറിയാൻ കഴിയും, തറാനി, നീ എന്നെ കാണും, അൻ യമീനിക, നിന്റെ വലതുഭാഗത്തും, വശിമാലിക, നിന്റെ ഇടതുഭാഗത്തും. എന്നിട്ട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാ, നീ മരിക്കുമ്പോൾ ഞാൻ നിനക്ക് തുണയാകും, അഹ്മിലു, ഞാൻ നിന്റെ കാര്യങ്ങൾ ഏൽക്കും, വഅദ്ഫഉ അൻക, ഞാൻ നിന്നെ തൊട്ട് നിനക്ക് നേരെ വരുന്ന ഉപദ്രവങ്ങൾ തടുക്കും, വഅസ്അലു ഫീക, നിന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹുവിനോട് ചോദിക്കും. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ പറഞ്ഞത്. അപ്പൊ വഫാത്തായി പോയ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരെ ഇഷ്ടപ്പെട്ട് അവരോട് മുഹിബ്ബീങ്ങളായ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യും, അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യും. ഈ കാര്യം ഔലിയാക്കൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഉറൂസ് നടത്തുന്നത്. അത് തികച്ചും ഇസ്ലാമികമാണ്. ഇന്ന് ആ ഉറൂസ് പോലുള്ള ഇസ്ലാം അംഗീകരിച്ച ദീനീ കാര്യങ്ങളെ എതിർക്കുന്ന വിഷയത്തിൽ ഈ സലഫി മൂവ്മെന്റിന്റെ കൂട്ടത്തിൽ വേറെ പലരും കൂടി ചേർന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. തബ്ലീഗ് ജമാഅത്തുകാർ ഈ നാട്ടിലുണ്ടോന്ന് അറിയില്ല. കേരളത്തിലൊക്കെ അങ്ങിമിങ്ങുമായിട്ട് കാണാറുണ്ട്, മംഗലാപുരത്തൊക്കെ കാണാറുണ്ട്. ആളുകൾക്കൊരു ധാരണയുണ്ട് തബ്ലീഗ് ജമാഅത്തിൽ കുറച്ചൊക്കെ നന്മയുണ്ട് എന്നുള്ളൊരു ധാരണ. പക്ഷേ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് തികഞ്ഞ വഹാബികളാണ്. വഹാബിസത്തിന്റെ എല്ലാ വിശ്വാസധാരകളും അതിനെ അംഗീകരിക്കുകയും തബ്ലീഗിലൂടെ വഹാബിസം പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ സമയം വളരെ ഹ്രസ്വമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ ടൈമേ നമുക്കുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾ ഈ പ്രസംഗം ദീർഘിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പ്രസംഗം തുടരുന്നത് ആരും വരാത്തതിന്റെ പേരിലാണ്. ആർക്കെങ്കിലും ഈ പറഞ്ഞതിലോ ഇനി ഉറൂസിനെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ എരുമാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നടക്കുന്ന ഉറൂസിനെ സംബന്ധിച്ചോ, ഇവിടുത്തെ മഖ്ബറയെ സംബന്ധിച്ചോ, ഖബർസ്ഥാനെ സംബന്ധിച്ചോ, അവിടെ നടക്കുന്ന ആചാരങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അവിടെ വല്ല അനാചാരങ്ങളും നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. എല്ലാത്തിനുമുള്ള അവസരമാണ്. അതിന് ഈ സലഫി മൂവ്മെന്റിന്റെ ആളുകൾ, ഇനി വല്ല തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഇവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടോ? ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കുമാവാം, ആർക്കുമാവാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് അവരുടെയും വാദം എന്തുതന്നെയാണ്? മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ശിർക്കിന്റെ ഏർപ്പാടാണ്. മുഹയ്യിദ്ദീൻമാരെയും മുത്തുബിയത്തുമെല്ലാം ശിയാക്കളുടെ രചനകളാണ് എന്നീ രൂപത്തിൽ അവർ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? മരിച്ചുപോയാൽ എല്ലാം മുറിഞ്ഞു,
അതിനവര് ഉന്നയിക്കുന്ന ഒരു ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അതിൽപ്പെട്ടൊരായത്താണ് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. നബിയേ, അങ്ങേക്ക് പോലും മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയൂല. അപ്പൊ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നബിക്ക് പോലും മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയൂല എന്നാണെങ്കിൽ പിന്നെങ്ങനെയാണ് നമുക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയുക എന്നാണ് ഇവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറഞ്ഞത് എന്താ? ഈ ആയത്തിൽ കേൾക്കുന്നത് വോയിസ്, ശബ്ദത്തിന്റെ കേൾവിയെക്കുറിച്ചല്ല. ഈ ആയത്തിൽ പറയുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനെ സ്വീകരിക്കുക, അംഗീകരിക്കുക. നമ്മൾ സാധാരണ പറയാറില്ലേ, എന്റെ കുട്ടി ഞാൻ പറഞ്ഞതൊന്നും കേൾക്കൂല, എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കൂല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ENT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ട് ചെക്കപ്പ് ചെയ്ത് കണ്ട് മരുന്ന് കൊടുക്കണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ലോ. പിന്നെന്താ? ഞാൻ പറഞ്ഞത് അംഗീകരിക്കൂല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് മറുപടി തരൂല. അപ്പൊ മറുപടി തരൂല എന്ന അർത്ഥത്തിൽ, അംഗീകരിക്കില്ല എന്ന അർത്ഥത്തിൽ, സ്വീകരിക്കുകയില്ല എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല പറഞ്ഞ വാചകത്തെ അടർത്തി മാറ്റിയിട്ട് ഇത് കേൾക്കൂല എന്നാണ് പറയുന്നത്. ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളുടെ ശരീരത്തിന് എന്തൊക്കെ മാറ്റാ വരിക? ഇതാണ് അള്ളാഹു പറയുന്നത്. ആ ബയോളജി, ജീവശാസ്ത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നിവർ മനസ്സിലാക്കി വെച്ചിരിക്കാം. സാധാരണ മരിച്ചാൽ നമ്മൾ മൂക്കുമ്പോ വിരൽ വെച്ചു കൊടുക്കും, കാറ്റ് പോയോ എന്നറിയാൻ വേണ്ടി. അതുപോലെ നെഞ്ചത്ത് കൈവച്ചു നോക്കും, ഹൃദയമിടിപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. മറ്റു ഭാഗങ്ങളിൽ തൊട്ടുനോക്കും, തണുത്തു പോയോ എന്നറിയാൻ വേണ്ടി. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളാണ് ഈ ആയത്തുകൾ ഓതുന്നത്. യഥാർത്ഥത്തിൽ മരിക്കലോടുകൂടി ബന്ധം മുറിയുന്നില്ല. മരണപ്പെട്ടവർക്ക് ജീവിച്ചിരിപ്പുള്ളവരോടുള്ള ബന്ധം അത് മുറിയുന്നില്ല. അതേപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ളവർക്ക് മരിച്ചുപോയവരോടുള്ള ബന്ധവും മുറിയുന്നില്ല. ഇത് സാധാരണക്കാർ തമ്മിലാണെങ്കിൽ അള്ളാഹുവിന്റെ കറാമത്ത് നൽകപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഇവിടെ എരുമാട് വഫാത്തായ മഹാനായ ആ ഷെയ്ഖ് സൂഫി റഹ്മഹുല്ലാഹ്, അതുപോലെയുള്ള മഹാന്മാർ, മുഹിയുദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, ഇങ്ങനെയുള്ള മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർ ശഫാഅത്തിന്റെ അർഹരാണ്, അവർ കറാമത്തിന്റെ ഉടമകളാണ്. അവരിൽ നിന്ന് നമുക്ക് മദദ് ലഭിക്കും. ആ മദദ് അവരോട് അപേക്ഷിക്കുക എന്നുള്ളത് ശിർക്കല്ല, അത് ബിദ്അത്തല്ല, അത് തെറ്റല്ല, അത് ഹറാമല്ല, ഇത് പ്രാമാണികമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനിയും അവശേഷിക്കുന്ന സമയത്ത് സംശയ നിവാരണത്തിനുള്ള അവസരം ഞങ്ങൾ മുമ്പിൽ തുറന്നു തരികയാണ്. ഇത് ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇനി മറ്റൊരു ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല, അവിടെ അവസരം കിട്ടിയില്ല, ചോദിക്കാൻ പറ്റിയില്ല എന്നൊന്നും ഏകപക്ഷീയമായി പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും സമസ്ത കേരള കന്നഡല്ലേ? നല്ലൊരു ചോദ്യം എഴുത്തിലൂടെ വന്നിട്ടുണ്ട്. കന്നഡ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളതെങ്കിലും അതിന്റെ ആശയം ബഹുമാനപ്പെട്ട ഇഖ്ബാൽ ഉസ്താദ് പറഞ്ഞു. ചോദ്യം തൊപ്പിടാനോ തലമറക്ക? തൊപ്പിന്നെ തലമറക്കതിനെ പറ്റി നല്ലൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. തലമറക്കൽ സുന്നത്താണ് എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. ഉണ്ട്, കണ്ടോ? മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയാം, വതുസന്നുൽ ഇമാമത്തു ലിസ്സലാ വലിഖസ്ദി തജമ്മുൽ, നിസ്കരിക്കാൻ വേണ്ടി തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്. അതുപോലെ ഭംഗിയാവാൻ വേണ്ടിയും തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്. എന്താ തെളിവ്? ലിൽ അഹാദീസിൽ കസീറത്തി ഫീഹാ, ആ വിഷയത്തിൽ ഒട്ടനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, അലാ തറാ, നീ കാണുന്നില്ലേ, ഇലാ ഹദീസ് ഇഅ്തമു തസ്ദാദു ഹിൽമാൻ, നിങ്ങൾ തലപ്പാവ് ധരിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും പക്വതയും വർദ്ധിക്കുമെന്ന് ഹദീസിലില്ലേ? അദ്ദേഹം ചോദിക്കാം. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വഅൻ റുകാനത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫർഖു മാ ബൈനനാ വബൈനൽ മുശ്രിക്കീൻ, നമ്മുടെയും മുശ്രിക്കീങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അൽ അമാഇമു അലൽ ഖനാഇസി, തൊപ്പികൾക്കുമേൽ തലപ്പാവ് ധരിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുപോലെ തന്നെ വഅൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഖാല അമ്മമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് തലപ്പാവ് ധരിച്ചു തന്നു. ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം.
അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം വഅൻ ഉബാദത അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അലൈക്കും ബിൽ അമാഇമി നിങ്ങൾ തലപ്പാവ് ധരിക്കുക ഫഇന്നഹാ സീമാഉൽ മലായിക അത് മലായികത്തിന്റെ അടയാളമാണ് വഅർജിഖൂഹാ ഖൽഫ ദുഹൂരിക്കും നിങ്ങളുടെ പിറകു ഭാഗത്തിലൂടെ നിങ്ങളൊരു വാലും വെക്കുക ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത് സമയത്തിന്റെ കുറവ് കാരണത്താൽ. ഇനി വല്ല ചോദ്യമുണ്ടോ? ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇവിടുത്തെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഉസ്താദുമാരെല്ലാവരും ഉണ്ട് ഇവിടെ. ആർക്കും ചുരുക്കുക അവിടെ കസേര ഇരുന്നിട്ടോ ഇനിയിപ്പോ കസാരായി ആ കസാര അവിടെ നിവർത്തി വെച്ചതുകൊണ്ട് അവിടെ ഇരിക്കണമെന്നില്ല, നിന്നിട്ട് ചോദിച്ചാലും മതി, മൈക്ക് ഉപയോഗപ്പെടുത്താം. ഏതായാലും നമ്മുടെ ഈ പരിപാടിയിൽ എത്രയോ ഈ കൊടക് ജില്ലയിൽ നിന്ന് പ്രവഹിച്ച നൂറുകണക്കിന് സത്യവിശ്വാസികളായ ആളുകൾ, മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ ഇവിടെ എത്തുകയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSF-ന്റെ ആദർശ വിഭാഗമായ ഇസ്തിഖാമ അതിന്റെ സംസ്ഥാന സമിതിയും കൊടക് ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെയും ജില്ലാ SYS-ന്റെയും അതുപോലെ ജില്ലാ SKSF-ന്റെയും എല്ലാം സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഈ പരിപാടി വളരെ ഭംഗിയായി ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി. എത്രയോ ഇവിടുത്തെ നമ്മുടെ പ്രവർത്തകന്മാർ അവർക്ക് ധാരാളം സംശയങ്ങളും നിവാരണങ്ങളും പഠനങ്ങളും ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പകലിവിടെ നടക്കുകയുണ്ടായി. വൈകുന്നേരത്തെ ഈ പൊതുസമ്മേളന സെഷൻ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചു. അതുപോലെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ പരിപാടി അതിന്റെ ലൈവ് ദൃശ്യങ്ങളും അതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. ഇതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മറ്റെല്ലാ വിധത്തിലും ഒരുപാട് സഹായങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച ഇവിടുത്തെ ഉലമാക്കൾ, നേതാക്കന്മാർ, സംഘടനാ പ്രവർത്തകർ, ഇവിടുത്തെ ഉമറാക്കൾ, മഹല്ല് ഭാരവാഹികൾ, മദ്രസ ഭാരവാഹികൾ, അല്ലാഹു തആല അവർക്കെല്ലാവർക്കും 2 ലോകത്തും അളവറ്റ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ പ്രതിഫലം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ സമ്പത്തിലും ജോലിയിലും അല്ലാഹു ഖൈറും ബറക്കത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് മരണം വരെ ജീവിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് പ്രദാനം